ഇത് കണ്ട ചെതല് പിടിച്ച നശിക്കാറായ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഏതോ മരത്തിൻ്റെ അടിവശമാണ് അല്ലേ? അങ്ങനെയല്ല. ഞാനിത് മുകളിലേക്ക് കൊണ്ട് കാണിച്ചു തരാം. കണ്ട ഇത് 5-5.5 വർഷം പഴക്കമുള്ള ഒരു വെണ്ടക്കായയുടെ തൈയാണ് കേട്ടോ. കണ്ട ഇത് കുറേയൊക്കെ നശിച്ച് കഴിഞ്ഞു. എന്നിട്ടും ഇത് കണ്ട നല്ല ഉറപ്പോടെയാണ് നിൽക്കുന്നത് ഈ വേരിൽ. ഇതൊരു കോവിഡ് സമയത്താണ് എനിക്കിതിൻ്റെ വിത്ത് കിട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടതാണ്. പക്ഷെ നല്ല വലിയ വെണ്ടക്കായ ഇതിപ്പോൾ ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ഗൾഫിൽ പോയതിന് ശേഷം അതിന് വെള്ളം അങ്ങനെ കിട്ടാറില്ല. എന്നിട്ടും അതിൻ്റെ കടയൊക്കെ ഇതുപോലെ ആയിട്ടും അതിൽ വീണ്ടും തളിർത്ത് ഇതേ വെണ്ടക്കായ ഉണ്ടാവാനായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കൊഴുപ്പുള്ള വെണ്ടക്കായ ആയിട്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, എന്ത് മോശം സാഹചര്യം ആയാലും നമുക്ക് പിടിച്ച് നിൽക്കാനുള്ള മനക്കരുത്തുണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന് പറയുന്നത്. ആ സമയത്തോടെ കുറേ തൈകളുണ്ടായിരുന്നു കേട്ടോ. 1-2 ഇട്ടാൽ തന്നെ സാമ്പാറെന്ന് അറിയും, പിന്നെ വേറെ കഷ്ണമൊന്നും ഇടണ്ട. പിന്നെ ഗൾഫിൽ പോയതിന് ശേഷം അത് കുറേയൊക്കെ നശിച്ചു. അപ്പോൾ ഒരു കട അവിടെ ഇങ്ങനെ വേലിയുടെ ഭാഗത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഞാൻ 2 പൊട്ടിച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ വിത്തൊന്ന് പാവി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നടാനായിട്ട് ഞാൻ ഈ കോയർ പിറ്റ് കമ്പോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലത്തെ ഇത് സാധാരണ ചെടികളൊക്കെ വെക്കുന്ന ഗാർഡനിലൊക്കെ ഉണ്ടാവും. അതുപോലെ വളങ്ങൾ വെക്കുന്നിടത്ത് കിട്ടും. വീഡിയോ പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഈ വിത്ത് പുറത്തേക്ക് എടുക്കുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ആമക്കുട്ടി വരും. അപ്പോൾ അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ വിത്തുകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ കാണിച്ച മിശ്രിതം ഇതിലാക്കി കഴിഞ്ഞിട്ട് ആദ്യം കുറച്ചിട്ടിട്ട് അത് അമർത്തിയിട്ട് വിത്തയിലിട്ടിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറണം. എന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം. അത്രയുള്ള കാര്യം. അപ്പോൾ നോക്കിയിട്ട് എങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതാദ്യം കട്ട് ചെയ്ത് നമ്മൾ ഇതിൽ നിറയ്ക്കണം കുറേശ്ശെ. ഇതെടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് അമർന്നതിൻ്റെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വിത്തിട്ട് കൊടുക്കാം കേട്ടോ. ഫുള്ള് വിത്തിട്ടിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ അതിൽ ഈ കമ്പോസ്റ്റ് മുകളിൽ വീണ്ടും വെതറി അമർത്തി വയ്ക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. വെള്ളമൊക്കെ നനച്ച് റെഡിയാക്കി വെച്ചിട്ട് ഇനി വെണ്ടക്കായയുടെ തൈ ഉണ്ടായി കഴിഞ്ഞിട്ട് വരും.